ഹരി ഓം. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമൻ നാരായണീയത്തില് നമ്മള് 5-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം വരെ നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ. ഇന്ന് 7-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂമൻ മാനസബുദ്ധ്യഹം ഹൃദിമിളച്ചിത്താക്യവൃത്യന്വിതം തച്ചാന്ധകരണം വിഭോ തവ ഫലാത് സത്വാംശ ഏവാസൃജത്. ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനഃസ്ഥന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാത്. നമുക്ക് അർത്ഥം നോക്കാം. ഭൂമൻ, ഭൂമൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ വിളിക്കുകയാണ്, പ്രഭോ എന്നൊക്കെ വിളിക്കുകയാണ് കേട്ടോ. മാനസബുദ്ധ്യഹംകൃതിമിളച്ചിത്താക്യവൃത്യുന്വിതം. മനസ്സ്, ബുദ്ധി, അഹംകൃതി അഹങ്കാരം, മിളത് അതിനോട് ചേർന്നിട്ട്, ചിത്താക്യവൃത്യുന്വിതം ചിത്ത് അതിനോട് ചേർന്നിട്ടുള്ള ചിത്തം, ആഖ്യ എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ പേരുള്ള വൃത്യന്വിതം വൃത്തികളോട് കൂടിയ തച്ചന്തക്കരണം. തത് പ്ലസ് ച പ്ലസ് അന്ധക്കരണം അങ്ങനെയാണ് പദം പിരിക്കുന്നത് കേട്ടോ. ആ അന്ധക്കരണവും വിഭോ, വിഭോ പറഞ്ഞ ഭഗവാനെ വിളിക്കുകയാണ്. തവ ബലാത് അങ്ങയുടെ ബലം കൊണ്ട്, അങ്ങയുടെ പ്രേരണ കൊണ്ട്, സത്വാംശ ഏവാ സൃജത് ആ സത്വാംശം ആയിട്ടുള്ള ഏവാ സൃജത്, സൃജത് പറഞ്ഞ സൃഷ്ടിച്ചു. അപ്പോ ആ അഹങ്കാരത്തില് നമ്മള് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി, ആ അഹങ്കാരത്തെ 3ആയി പിരിഞ്ഞു. വൈകാരിക, തൈജസ, താമസ. അതിലെ ആ സത്വാംശം കൂടുതലുള്ള ആ വൈകാരിക എന്നുള്ള ആ ഭാഗത്തിൽ നിന്നും 14 ദേവതമാരെ സൃഷ്ടിച്ചു. ആ സത്വാംശം കൂടുതലുള്ള ആ വൈകാരിക എന്ന ഭാഗത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ എന്തുണ്ടായി? അന്ധകരണത്തെയും സൃഷ്ടിച്ചു എന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഭഗവാന്റെ ആ ബലം കൊണ്ട്, ഭഗവാന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധിക്കുന്നത് എന്നുള്ളത് പറയുകയാണ്. പിന്നെ ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണ. ജാത ജനിച്ചു, ഉണ്ടായി. തൈജസദോ ദശേന്ദ്രിയഗണ. തൈജസ, തൈജസ എന്നുള്ള ആ രാജസാംശം കൂടുതലുള്ള ആ ഭാഗത്തിൽ നിന്നും ദശേന്ദ്രിയണ, ദശം പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു. പിന്നെ തൈജസത്തിൽ നിന്ന് രാജസാംശം കൂടിയിട്ടുള്ള ആ ഭാഗത്തിൽ നിന്നാണ് 10 ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത്. ഇനി അടുത്ത് താമസം. ഗണസ്താമസാംശാത് താമസാംശാത്ത് പുനാം തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോജനി തത്ഫലാത്. ആ പിന്നെ താമസാംശം കൂടുതലുള്ള ആ ഭാഗത്തിൽ നിന്നും എന്താ ഉണ്ടായത്? തന്മാത്രം. ആ തന്മാത്രയെ നഭസ, നഭ എന്ന് പറയുന്നതാണ് ആകാശം. നഭസോ ആകാശത്തിൽ നിന്ന്. മരുത്പുരപതേ പറഞ്ഞ ആ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ശബ്ദോജനി ത്വത്ബലാത്. ശബ്ദ പ്ലസ് അജനി, ശബ്ദം ജനിച്ചു. ത്വത്ബലാത് അങ്ങയുടെ ബലം കൊണ്ട്, അങ്ങയുടെ പ്രേരണ കൊണ്ട്. അപ്പോ ആ താമസാംശം കൂടുതലുള്ള ആ ഭാഗത്തിൽ നിന്നും ആകാശത്തിന്റെ തന്മാത്രയായിട്ടുള്ള എന്തുണ്ടായി? ആ ശബ്ദവും ജനിച്ചു. ഇതെല്ലാം നടക്കുന്നത് ഭഗവാന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് എന്ന് പറയാണ്. അപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഈ അഹങ്കാരം, താമസാംശം പ്രധാനമായിട്ടുള്ള ആ അഹങ്കാരം 3ആയിട്ട് പിരിഞ്ഞു. വൈകാരിക, തൈജസം ആൻഡ് താമസം അങ്ങനെ 3ആയിട്ട് പിരിഞ്ഞു. അതില് ആ
വൈകാരിക എന്ന് പറയുന്ന ആ സത്വാംശം കൂടുതലായിട്ടുള്ള ആ ഭാഗത്തിൽ നിന്നും 14 ദേവതമാരെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലാക്കി. ഇതിൽ പറയുന്നു അതുപോലെ ആ സത്വാംശം കൂടുതലുള്ള വൈകാരിക ഭാഗത്തിൽ നിന്നും അന്ധകരണത്തെയും സൃഷ്ടിച്ചു. പിന്നെ പിന്നെ തൈജസ എന്ന് പറയുന്ന രാജസാംശം കൂടുതലായിട്ടുള്ള ആ ഭാഗത്തിൽ നിന്നും 10 ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു. പിന്നെ താമസാംശം ആയിട്ടുള്ള ആ ഭാഗത്തിൽ നിന്നും ആകാശത്തിന്റെ തന്മാത്ര ആയിട്ടുള്ള ശബ്ദത്തെയും സൃഷ്ടിച്ചു. ഇതൊക്കെ എന്താണ്? ബ്രഹ്മാവിന്റെ സൃഷ്ടിയല്ല ഇതൊന്നും കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ആ പരമാത്മ ചൈതന്യമായിട്ടുള്ള ആ മായയിൽ നിന്നുള്ള സൃഷ്ടിയാണ് ഇതൊക്കെ. അതിനെയാണ് സർഗം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൽ നിന്നുള്ള സൃഷ്ടിയെ നമ്മൾ എന്താ പറയുന്നത്? വിസർഗം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ശ്ലോകത്തില് മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.